ഒരു ബ്രേക്കപ്പിന്റെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരും, എല്ലാവരും ഒരുപോലെയല്ല, നന്നായി സ്നേഹിക്കുന്നവരും ഉണ്ട് എന്നൊക്കെ പറയും. ഇതാണ് അവരെ ആയുധം നമ്മളെ വീഴ്ത്താനായിട്ട്. ഗേൾസിനെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ഉണ്ട്. സോ വൈ ഷുഡ് ബോയ്സ്? ഇല്ലേ 100-ൽ 95% ഇങ്ങനെയുള്ള കുഴപ്പന്മാരായിരിക്കും. നമ്മളെ സങ്കടങ്ങൾ എല്ലാം ഇരുന്ന് കുത്തിയിരുന്ന് കേൾക്കും. എന്തിന് അലിൻ ജോസ് പെരേര പോലും ഇങ്ങനെ അഭിനയിക്കൂല. സെറ്റ് ആവണതിന് മുമ്പ് ഇല്ലാത്ത സമയം വരെ കണ്ടെത്തി മെസ്സേജ് അയക്കും. ഒരു ദിവസം 3 നേരമാണ് ആഹാരം കഴിക്കണമെങ്കിൽ 8 നേരമായിട്ട് കഴിച്ചാന്ന് ചോദിക്കും. മണിക്കൂറുകളില്ലാതെ രാത്രി മൊത്തം സംസാരിക്കും. എന്റെ ഒടുക്കത്തെ കയറി. ഇനി ഇത് സെറ്റായി കഴിഞ്ഞാല ലോകത്തില്ലാത്ത തിരക്ക്. ഒരു മെസ്സേജ് അയക്കാതിരിക്കാൻ മാത്രം തിരക്കാണോ നീ? ഇനി ഒരിക്കലും അവരെ വിട്ട് നമ്മൾ പോകൂല എന്ന് മനസ്സിലാക്കണ ഒരു സ്റ്റേജ് അവർക്കെത്തും. പിന്നെ നീ നോക്കണ്ട മോളെ, നിനക്ക് പട്ടിയുടെ വിലയാണ്. ചില ആൾക്കാർ ചോദിക്കും, നിങ്ങളായിട്ടല്ലേ ഈ കുഴിയിലൊക്കെ ചെന്ന് ചാടി കൊടുക്കണേന്ന്. ചില കമന്റേഴ്സ്, എടി നിനക്ക് തന്ത ഉണ്ടെന്ന് പറഞ്ഞ് തന്തയില്ലാത്ത സ്വഭാവമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ചില അൾട്ടിമേറ്റ് പ്രോമാര് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ട് പോകും. നിന്നെ ഞാൻ വന്ന ഇഷ്ടപ്പെട്ടത്, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്നെ ഇഷ്ടപ്പെടാൻ, നീയല്ലേ എന്റെ അടുത്ത് വന്നത്. നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഇങ്ങനെയുള്ള ചെറുക്കന്മാർക്ക് കുരു പൊട്ടി താഴെ കമന്റ് ഇട്ട് വെക്കും. നോ പ്രോബ്ലം. ആൻഡ് ദിസ് കണ്ടന്റ് ഇൻസ്പയർഡ് മാഡ്നസ് ഓഫ് മൈ ഫേവറേറ്റ് കണ്ടന്റ് ക്രിയേറ്റർ. പുള്ളിക്കാരി ഇഞ്ചിഞ്ചായിട്ട് സത്യങ്ങൾ തുപ്പും. അതിപ്പോ പെണ്ണുങ്ങളെ കാര്യത്തിലായാലും ആണുങ്ങളെ കാര്യത്തിലായാലും. വെറുതെ ചീത്ത വിളി മാത്രമല്ല, ചീത്ത വിളിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു റീസൺ കാണും. അപ്പൊ ഞാൻ ഗേൾസിന്റെ അടുത്ത് പറയണ ഒന്നിനെ വിശ്വസിക്കല്ലേ, എല്ലാരും വലിപ്പിച്ച് തന്നിട്ട് പോകും.